അഞ്ജുജി, നമ്മൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചേട്ടനോട് ആദ്യം തന്നെ ചോദിച്ചു. അപ്പൊ ഞാൻ പോട്ടെ അപ്പൊ പോരുത്, അവിടെ ഇരിക്കുന്നത് പിണങ്ങി പോരുത്. നമ്മൾ തുടങ്ങിയല്ലോ. ഞാൻ ഇവിടെ മാത്രം ചോദിക്കില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞോണ്ട് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് വിശേഷം ചേച്ചിയോടൊന്നും എനിക്ക് ചോദിക്കാനില്ല, എല്ലാ വിശേഷം അറിയാം. അതുകൊണ്ട് അവിടെ കുറച്ചേരം അവിടെ ഇരിക്കൂ. ഈ ചേട്ടന് കൈ കിട്ടിയ സമയത്ത് ഒന്ന് ഇരുത്തി പൊരിക്കണമല്ലോ. അതാണ്. പക്ഷെ മെയിൻ സംഭവം എനിക്ക് അറിയാനുള്ള ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ ആങ്കറിങ്ങിൽ ഒരു പുരുഷ കേസരി ഇങ്ങനെ വിലസുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. കോമഡി ടൈം എന്ന പ്രോഗ്രാം, അതിന്റെയൊക്കെ വലിയ ആരാധകരായിരുന്നു നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ. അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ആ പ്രോഗ്രാമില് ചേട്ടൻ എങ്ങനെ എത്തിപ്പെട്ടു, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മള് കൂട്ടുകാരുമായിട്ടിരുന്ന് സംസാരിക്കുന്നു, ആ ഒരു സാധനം കൊണ്ടാണ് അത് നമുക്ക് കിട്ടാൻ പറ്റും. കൂടുതൽ എല്ലാവരുമായിട്ട് വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തത്തില്ല. അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ മുങ്ങിക്കളയും, വരുന്നുണ്ട് പോയേക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു സംഭവം കുറച്ച് മിമിക്രി ഒക്കെ ഇടയ്ക്ക് ചെയ്ത്, അതന്ന് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ മിമിക്രിയാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ഏറ്റവും ഒരു എന്താ പറയാ ഒരു ജനകീയമായ കല എന്ന് പറയാം. അതും കൂടെ അതിനും ഗുണം ചെയ്തു. അപ്പൊ അത് കത്ത് വായിക്കുമ്പോഴാണേലും ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. മറ്റുള്ളവരുടെ കത്ത് വായിക്കും. അല്ല, കത്തല്ല, അത് മിമിക്രി. അത് ശരി, മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കലാണോ എന്റെ പണി? കട്ടെടുത്ത് വായിക്കുമോ? അതൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും, അതുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇതുപോലെ കോളേജ് പഠിക്കുമ്പോ ഒക്കെ ഇതുപോലെ സ്റ്റാർ പറഞ്ഞ് നടക്കും. ഈ ആരാധികമാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതെ അതെ. അവരൊക്കെ എങ്ങനെയാണ്? അന്ന് ആരാധികമാരുണ്ടായിരുന്നു. അന്നത്തെ അന്നത്തെ ആരാധികമാരൊക്കെ ഇപ്പം 2-3-4 പെമ്മക്കടെ അമ്മമാരൊക്കെയാണ് ഇപ്പൊ. അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എന്തായാലും പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഇപ്പൊ കുറെ പടങ്ങള് ചെയ്ത്, ഇപ്പൊ ഞാൻ പറയാം ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, ദൃശ്യം, ഇത് 2 സംഭവമായിട്ടുള്ളൂ. ഇതിന്റെ ഒന്നും പേരിൽ ഇന്ന് വരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എവിടെ ചെന്നാലും കോമഡി ടൈം. എന്റെ പൊന്നെ, കോമഡി എന്ത് രസമായിരുന്നു. അല്ല, അത് അങ്ങനെ ആയിരുന്നു, നല്ല സംഭവം ആയിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ഇപ്പൊ ഈ ഇവരിങ്ങനെ പറയുമ്പോഴാണ്. അല്ല, അന്ന് നമുക്ക് അതിനെ പറ്റി അറിയില്ല. എങ്ങനെ പോകുന്നു, ഇന്നും ആൾക്കാരുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നു. അടിപൊളി. നിന്റെ ഊഴം എന്ന് പറയുമ്പോൾ ചേട്ടാ, നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് അനുചേച്ചിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര സൗന്ദര്യം. ആ മുഖ സൗന്ദര്യം, മുടി, അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ഒരുപോലെയാണ്. സോ ഇതിന്റെ ടെക്നിക്ക് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരൂ നമ്മൾക്ക് എല്ലാവർക്കും. എടുക്കാനാണ് കേട്ടോ, അടിച്ചു മാറ്റാൻ അല്ല. ഞാൻ തെറ്റിച്ച് പറഞ്ഞു. സാസുവിനെ കാണുന്ന കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതെ, ആക്ച്വലി എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതെ, ശരി ശരി, കണ്ടു തോന്നല്ലേ? സംഭവം എന്താ വേറെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോൾ മോഡലായിട്ട് എടുത്തിരിക്കുന്ന നിങ്ങൾ പെണ്ണുങ്ങളെയാണ്. കാര്യം പെട്ടെന്ന് ഈ വയറൊക്കെ പെട്ടെന്ന് കൂടുതൽ ചാടാൻ സാധ്യതയുള്ള പെണ്ണുങ്ങൾക്കാ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് സത്യം. ചേച്ചി ബെൽറ്റ് വരെ കെട്ടിയിട്ടുണ്ടാവും, അകത്തേക്ക് പിടിച്ച് ഈ പുറകിന്ന് ഞാനൊക്കെ ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെൽറ്റ് ഒക്കെ തെറിച്ചു പോകും. കട്ട പറഞ്ഞു വയറ് ഉള്ളി പിടിച്ചിട്ടാണോ നിൽക്കുന്നത്? അനുചേച്ചിയുടെ അതായത് പൂച്ചകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പൂച്ചപ്രേമിയാണോ? പൂച്ചകൾ ഇത്രയും ഒരു വീട്ടിലുള്ള കാര്യം ഞാൻ ആദ്യം അനുചേച്ചിയുടെ വീട് കാണുമ്പോൾ ഒരു 10-12 പൂച്ചയുണ്ടെന്ന്. 16 പേരുണ്ട്. 16 പൂച്ചയുള്ള ഒരു വീട്ടിലെ കാര്യം കാറ്ററിംഗ് ചെയ്തിട്ടുണ്ട്. കുറച്ചുപേര് കാറ്ററിയുടെ അകത്താണ്, കുറച്ച് ആളുകൾ മാത്രം വീടിനകത്തുണ്ട്. ജീവികളിൽ വെച്ച് എനിക്ക് ഏറ്റവും വൃത്തിയുള്ള ആളാണ്. ഇതിങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരെണ്ണമുണ്ടേ. പിന്നെ അതിങ്ങനെ പുറകെ വന്നിരുന്ന വേറൊരു പുറകെ അടുക്കളയിൽ വന്നിട്ട് വെക്കും. അവിടുന്ന് തിന്നേച്ച് നയത്തിൽ ഫ്രണ്ട് വരും പറഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അപ്പൊ വേറെ ഏതോ ഒരു പൂച്ച വന്ന് എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കണം. അവിടുന്ന് തിന്നേച്ച് ഇവിടെ വരുന്നതാ. ചേട്ടൻ ഇതുപോലെ വേറെ മൃഗങ്ങളുടെ ഒക്കെ ചെയ്യോ? വോയിസോ മുഖഛായ എന്തെങ്കിലും? മുഖഛായ ഉണ്ടോന്നും മൃഗങ്ങളുടെ ഒക്കെ അതിനിടെ കൂടെ ചോദിച്ചു നോക്ക്. അത് ഒരു വാക്ക് വിട്ടുപോയതാ ചേട്ടാ, തിരുത്തി ചേട്ടൻ അതൊക്കെ ചെയ്തോളാം. മുഖഛായ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും വോയിസ് ആരുടെയൊക്കെ ചെയ്യും? മുകേഷ് ചേട്ടൻ നന്നായി ചെയ്യും, പിന്നെ ജഗതി ചേട്ടൻ ഒത്തിരി ചെയ്യുമായിരുന്നു. ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് പെട്ടെന്ന് ഒരു 3-4 ഫസ്റ്റ് ചെയ്ത് ഇത് കിട്ടുന്ന അതിനായിരുന്നു. എന്താ വെച്ചാൽ ഒരു പാട്ട് എക്കോയില് പാട്ടില് എക്കോ. അത് ഈ പഴയ പാട്ടുണ്ടല്ലോ,
ചക്കയ്ക്കൊത്തൊരു ചങ്കരൻ ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി. അതാണ് അതിനെ ചകക്കൊത്തൊരു ചങ്കരൻ ചകക്കൊത്തൊരു പിച്ചാത്തി കകലു മടക്കി കേട്ടിട്ടിയ പെണ്ണിന് കകലു തിരുമുക്കിങ്കരൻ ചകക്കൊത്തൊരു ചങ്കരൻ ചകക്കൊത്തൊരു പിച്ചാത്തി കകലു മടക്കി കേട്ടിട്ടിയ പെണ്ണിന് കകലു തിരുമുക്കിങ്കരൻ ആണ് അന്ന് ചെയ്തത്. ഇത് പിന്നെ സ്റ്റാർസിന്റെ പറഞ്ഞ അന്ന് മുകേഷ് ചേട്ടന്റെ എനിക്ക് തോന്നുന്നു അതാണ് ഈ മിനി സ്ക്രീനിലെ ഒരു പ്രത്യേകതയായിട്ട്. ബാക്കി ഇപ്പൊ ജഗതി ചേട്ടൻ എല്ലാരും ചെയ്യും എങ്കിലും ഒരു വെറൈറ്റി ശ്രദ്ധിക്കപ്പെട്ട എനിക്കൊരു പ്രത്യേകത ഒരു വേറൊരു സ്ഥാനം മിമിക്രി കിട്ടിയത് മുകേഷ് ചേട്ടന്റെ ശബ്ദം കൊണ്ടാണ്. അപ്പൊ അത് പിന്നെ സ്റ്റേജിൽ പറയുന്ന ഒരു സാധനമുണ്ട്, ഞാൻ എന്നത് പറഞ്ഞപ്പം നീ എന്തുവാ പറഞ്ഞത് പോട്ടെന്ന്, ഇതടവ് ദേ തമാശക്കാരാ ശരണാലയത്തിൽ കഴിയുന്ന എൻ്റെ അമ്മയോട് ഞാൻ എന്തു പറയണോടാ, ഞാൻ 4 നേരം പട്ടിണിയാന്ന് പറയാം, എനിക്കൊരു ജോലിയില്ലെന്ന് പറയൂ. അതൊക്കെ പുട്ട് ഇവിടെ ലെവിള് ആനപ്പാറയിലെ ലെവിള് കുഴപ്പമായി എന്നാ തോന്നുന്നേ.